ഹായ് ഡിയർ. നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നാണ് നോക്കിയിട്ടുള്ളത്. അതായത് സെൽഫ് ലവ്. നിങ്ങൾക്ക് നിങ്ങളുമായിട്ടുള്ള സ്നേഹം എത്രത്തോളമുണ്ട് എന്ന്. അതിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നതിലുപരി പഴയ ഒരു സ്നേഹം, അതൊരു സൗഹൃദമായിരിക്കാം, എല്ലാ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ പഴയ സുഹൃത്തുക്കളോ ആരും ആയിരിക്കാം. അപ്പോൾ പഴയ ഒരു സ്നേഹം, അതിനെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നതെന്നും അത്തരത്തിൽ നിങ്ങൾ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടായിരിക്കാം ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു സെൽഫ് ലവിൻ്റെ കുറവുണ്ട് എന്ന് ആണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കുറേയധികം പെയിൻ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ നനച്ചിരിക്കാതെ സംഭവിച്ച കാര്യങ്ങളായിരിക്കാം. ആ ഒരു പെയിനിൻ്റെ വേദനയിൽ നിന്നുകൊണ്ട് നിങ്ങൾ പഴയ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതോ എന്തോ ആയിട്ടുള്ള ഒരു സ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയാണ്. അത്തരത്തിൽ നിങ്ങൾ നൊസ്റ്റാൾജിക് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നിങ്ങളിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തിരിച്ച് വന്നേക്കാം. അത് ചിലപ്പോൾ ഒരു കൂട്ടം വ്യക്തികളായിരിക്കും. അതായത് നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന വ്യക്തികളോ സുഹൃത്തുക്കളോ പഴയ സുഹൃത്തുക്കളോ മറ്റോ ആയിരിക്കാം. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ബിൽഡ് ചെയ്ത് വരാനുള്ള ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ മറ്റോ ആയിരിക്കാം. അത്തരത്തിൽ അവിടെ ആ ഒരു പഴയ റിലേഷൻഷിപ്പ് വീണ്ടും ബിൽഡായിട്ട് വരുന്നുണ്ട്. ഒരു 1 ഇയറിനുള്ളിൽ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളെന്നുള്ള വ്യക്തി എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് നിലനിൽക്കേണ്ടത്. അത്തരത്തിൽ നിങ്ങൾ മെച്യൂർഡാകും. നിങ്ങൾ മാനസികമായിട്ട് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഒരു നിയന്ത്രണമുള്ളതായിട്ട്, അതായത് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തി എത്തരത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വളരും 1 വർഷത്തിനുള്ളിൽ. അപ്പോൾ ആ ഒരു യാത്രയുടെ ഫേസിലാണ് ചിലപ്പോൾ ഈ ഒരു സൗഹൃദം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഈ റിലേഷൻഷിപ്സ് നിങ്ങൾക്ക് പലതും പഠിപ്പിച്ച് തന്നേക്കാം. ചിലപ്പോൾ അത് നല്ലതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ തിരിച്ചുമായിരിക്കാം. ഓക്കെ ഡിയർ, എന്ത് തന്നെയായാലും നിങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെടുവാണ്. നിങ്ങളെന്നുള്ള വ്യക്തിയെ നിങ്ങൾ തിരിച്ചറിയുകയാണ്. അവിടെ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ മെൻ്റൽ പവർ എന്താണെന്ന് മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നു എന്ന് വെച്ചാൽ നിങ്ങളെ മനസ്സിലാക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു എങ്കിൽ മാത്രമാണ് അതിന് സാധിക്കുക, അല്ലേ? അപ്പോൾ സെൽഫ് ലവ് എന്നൊരു കാര്യത്തിലേക്ക് നിങ്ങൾ വരും. ഈ ഒരു പഴയ ബന്ധങ്ങൾ, അതിൽ നിങ്ങൾ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാതെ നിങ്ങളെന്നുള്ള വ്യക്തിയിലേക്ക് നിങ്ങൾ വരും. നിങ്ങൾ അത്തരത്തിൽ കുറച്ചുകൂടെ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നിങ്ങൾ ഈ ഒരു വിജയത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് പല നേട്ടങ്ങളും ഇവിടെ കൈവരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു അറ്റാച്ച്മെൻറ്റ്സിൽ നിന്ന് പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ ഒരു നേട്ടമാണ്. അതിനുവേണ്ടി നിങ്ങളുടെ ഒരു എഫേർട്ട് അവിടെ ആവശ്യമാണ്. നിങ്ങളത് മനസ്സിലാക്കുക. ചിലപ്പോൾ പല കാര്യങ്ങളും, ചിലപ്പോൾ ഈ റിലേഷൻഷിപ്സ് ആയിരിക്കാം, നെഗറ്റീവായിട്ടുള്ളതാണെങ്കിൽ അത് എൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ല, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൽ കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് അവിടെയും നിങ്ങൾ പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ പ്രയത്നിക്കുക. എന്താണ് നല്ലത്, എന്താണ് ചീത്ത എന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അതാണ് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇമോഷണൽ ബാലൻസ് നിങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മറ്റുള്ളവരിൽ അധികം അറ്റാച്ച്ഡ് ആകാതെ നിങ്ങളെന്താണ് എന്ന് മനസ്സിലാക്കി സ്വയം സ്നേഹിക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കണം. ഓക്കെ ഡിയർ, അവിടെ ഒരു അറ്റാച്ച്മെൻറ്റ്സിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങൾക്ക് സാധിച്ചാലാണ് നിങ്ങൾക്ക് ഇത്തരത്തിലൊന്ന് ബിൽഡായിട്ട് വരാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ സ്വയം സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് അത്തരത്തിലൊരു സക്സസ്ഫുൾ ഉണ്ടാവുകയുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ട് മുഴുവനും മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ ബന്ധങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നാം എന്നുള്ള വ്യക്തിയിലേക്ക് നമുക്ക് വരാനോ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനോ സാധിക്കില്ല. ഓക്കെ ഡിയർ, അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അവിടെ വിജയമുണ്ടാകും. നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള വിജയങ്ങൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ
നിങ്ങൾക്ക് അവിടെ ഒരു ഈശ്വര അനുഗ്രഹമുണ്ട്. അത്തരത്തിലൊരു വളർച്ചയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ സെൽഫ് ഗ്രോത്ത് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. അതിന് ഒരു വർഷത്തോളം എടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയ്ക്ക് നിങ്ങൾക്ക് പല ഫേസസും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ദൈവികമായ ഒരു ചൈതന്യം തന്നെ ഉണ്ടാവുകയാണ്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ എന്നല്ലേ പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ സാധിക്കുമ്പോൾ അവിടെ അത്തരത്തിലൊരു ഈശ്വരീയമായിട്ടുള്ള ഒരു എനർജി കൂടി അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ഡിവൈൻലി നിങ്ങൾ ഒരു ഗ്രോ ചെയ്യും. അത്തരത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ബ്ലെസ്സിങ്സും ഡിവൈൻ്റെ ഭാഗത്തുനിന്നുണ്ട്. നിങ്ങൾ അപ്പോൾ ഗൈഡൻസ് സ്വീകരിച്ച് കൃത്യമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.